അങ്ങനെ കാസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം? ആ റോള് അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. അത് ഫാക്ട്. ജയറാമിനോട് ഞാൻ അത് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു ഉർവശി. ഇങ്ങനെ ജയറാം വന്നൊരു കഥ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല, ഞാനിപ്പോൾ 2 ദിവസത്തിനകത്ത് എറണാകുളത്ത് വരും, ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കാണാം, എൻ്റെ അതിൻ്റെ ഒരു 1 ലൈൻ ഉണ്ട്, ഞാനതും കൂടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ആ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ 1 ലൈൻ വായിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എനിക്ക് എല്ലാ കൺഫ്യൂഷനും മാറി, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ചില ആർട്ടിസ്റ്റൊക്കെ ഇങ്ങനെ എന്നിട്ട് ഒരു കാര്യം കൂടെ അവർ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ പടത്തിന് സ്റ്റേറ്റ് അവാർഡും കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ താഴെ വന്ന ട്രോളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചിലർ പറയുന്നുണ്ട്, അത് നമ്മൾ അധികം ശ്രദ്ധിക്കാതിരിക്കും. ഇത് വേദന ഉണ്ടാക്കുന്നുണ്ടോ? ഈ മധുചന്ദ്രലേഖ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണെന്നും അത് നന്നായിട്ട് കളിച്ച പടമാണെന്നും അതിന് സ്റ്റേറ്റ് അവാർഡ് നായികയ്ക്ക് കിട്ടിയെന്നും ഒക്കെ എനിക്കും ബോധമുള്ള ആളല്ലേ. അതുകൊണ്ട് എനിക്ക് ആ സിനിമയോടൊന്നും സ്നേഹമാണ്. മാത്രമല്ല ഒരാളും അങ്ങനൊരു കഥ പറഞ്ഞിട്ടില്ല, അങ്ങനൊരു കഥ പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ല ആരും. അതിപ്പോൾ വേറെ മേലെ പറമ്പിലാണ് വീടും പലരും ഡയറക്റ്റ്